സദൃശവാക്യ പുസ്തകത്തിൻ്റെ പഠനം നാം തുടരവേ ഇന്ന് സദൃശവാക്യങ്ങൾ 14 അധ്യായം അതിൻ്റെ 26 വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവ ഭക്തിയെക്കുറിച്ച് അനവധി പരാമർശങ്ങൾ സദൃശവാക്യ പുസ്തകത്തിൽ നാം കണ്ടു. 14 വളരെ വ്യക്തമായ പരാമർശങ്ങളെക്കുറിച്ച് പഠനങ്ങളും നടന്നു. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ദൈവഭയമുള്ളവന്, ദൈവഭക്തിയുള്ളവന് ഉണ്ടാകുന്ന ധൈര്യത്തെക്കുറിച്ചാണ്. ദൃഢമായ ധൈര്യം, ദൈവ ആശ്രയം നൽകുന്ന ധൈര്യം. അതിനർത്ഥം ആധുനിക ലോകത്ത് മനുഷ്യൻ ജീവിക്കുന്നത് അനവധി ആശങ്കകളുടെ മധ്യയാണ്, ഭയങ്ങളുടെ മധ്യയാണ്. ഈ പിരിമുറുക്കങ്ങളുടെ മധ്യേ യഥാർത്ഥത്തിലുള്ള ദൈവാശ്രയമുണ്ടെങ്കിൽ, യഥാർത്ഥത്തിലുള്ള ദൈവഭയമുണ്ടെങ്കിൽ, ആ ദൈവഭയം, ദൈവാശ്രയം എങ്ങനെ ഭയങ്ങളെ നീക്കിക്കളഞ്ഞ് ദൃഢധൈര്യത്തോടെ ജീവിക്കുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. യഹോവ ഭക്തിയുടെ ഈ അനുഗ്രഹം അത് തലമുറകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്. അവരുടെ മക്കൾക്കും ശരണമുണ്ടാകും. ഭക്തിയുടെ സാന്ദ്രതയിൽ വളരുന്ന കുടുംബങ്ങളിലെ മക്കൾക്കുണ്ടാകുന്ന ശരണത്തെക്കുറിച്ച് വളരെ മനോഹരമായി സദൃശവാക്യക്കാരൻ രേഖപ്പെടുത്തുകയാണ്. സ്നേഹിതരെ, നാം ഈ സദൃശവാക്യം നൂറ്റാണ്ടുകൾക്കിപ്പുറം വായിക്കുമ്പോൾ ഓർക്കേണ്ടതായിട്ടുള്ള 1-2 പരമാർത്ഥങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന അനവധി മനുഷ്യരുടെ മാനസിക സംഘർഷങ്ങളാണ് ഒന്ന്. ആശങ്കയും സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും മാനസിക ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു ലോകം. അത് വയോധികരുടെ മാത്രമല്ല, ജീവിത സായാഹ്നങ്ങളിൽ ജീവിക്കുന്നവരുടെ അനുഭവം മാത്രമല്ല, മറിച്ച് അനവധി കുഞ്ഞുങ്ങളുടെ, അനവധി യുവാക്കളുടെ, അനവധി ചെറുകുടുംബങ്ങളുടെ, പുതുകുടുംബങ്ങളുടെ അനുഭവമാണ്. അത് പൗരോഹിത്യത്തിൻ്റെ, കന്യാസ്ത്രീത്വത്തിൻ്റെ അനുഭവത്തിലുള്ളവർ മുതൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ജീവിക്കുന്ന മനുഷ്യരെ ബാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ധൈര്യത്തോടെ ജീവിതത്തെ നേരിടുവാൻ, ധൈര്യത്തോടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാൻ ദൈവഭക്തി, ദൈവഭയം എങ്ങനെ സഹായിക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത്. എന്തുകൊണ്ടാണ് യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൃഢധൈര്യമുണ്ട് എന്ന് പറയുന്നത്? വ്യത്യസ്തങ്ങളായ പല ഉത്തരങ്ങളും ഒരുപക്ഷെ നമുക്ക് ഈ ചോദ്യത്തിന് ലഭിച്ചു എന്ന് വരാം. എന്നാൽ ദൈവാശ്രയത്തിൽ ലഭിക്കുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. അതുതന്നെയാണ് ഇവിടെ ഏറ്റവും പ്രസക്തം. കരുതുവാൻ, കാക്കുവാൻ, പാലിപ്പാൻ എൻ്റെ യേശു മതിയായവനെന്ന് ഭക്തൻ പാടുന്നത് പോലെ ജീവിതത്തിൻ്റെ ഏത് വെല്ലുവിളികളിലും എന്നെ സഹായിക്കുവാൻ, ചെങ്കടലിനു മധ്യേ യാത്ര ചെയ്യേണ്ടി വന്നാൽ ചെങ്കടലിനു മധ്യേ പാതയൊരുക്കുന്നവൻ എൻ്റെ ദൈവം, മരുഭൂ പ്രയാണങ്ങളിൽ ഞാൻ ഏർപ്പെടേണ്ടി വന്നാൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും എന്നെ വഴി നടത്തുന്നവൻ എൻ്റെ ദൈവം.
തീനാളങ്ങൾ മൂടുന്ന അനുഭവത്തിൽ വീണുപോയാൽ തീനാളങ്ങളിൽ നിന്ന് സൂക്ഷിപ്പാൻ ശക്തിയുള്ളവൻ എൻ്റെ ദൈവം. സിംഹങ്ങളുടെ കൂട്ടിൽ വീണുപോയാൽ സിംഹങ്ങളുടെ വായടപ്പിക്കുവാൻ കഴിയുന്നവൻ എൻ്റെ ദൈവം. ആഴക്കടലിൽ വീണുപോയാൽ, മത്സ്യം വിഴുങ്ങിക്കളഞ്ഞാൽ മത്സ്യത്തിൻ്റെ വയറ്റിലും സുരക്ഷിത ഒരുക്കുന്നവൻ എൻ്റെ ദൈവം. ഭക്തരുടെ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാരും അമ്മമാരും നമ്മെ പഠിപ്പിച്ച ആഴമേറിയ ഒരു പാഠമുണ്ട്. കരുതുന്ന ഒരു ദൈവം. എന്നെ കരുതുവാൻ പ്രാപ്തനാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവമെന്ന് അപ്പോസ്തലൻ പറയുന്നത് പോലെ, കുരുരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദൈവാശ്രയം നൽകുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്, ഒരു സംരക്ഷണ കവച ബോധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭക്തിയോടുകൂടി ചേർത്ത് ദൃഢധൈര്യത്തെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ദൈവം നൽകുന്ന ഈ സുരക്ഷിതത്വം, ദൈവാശ്രയം നൽകുന്ന ഈ സുരക്ഷിതത്വം, ദൂതന്മാർ കാവലായി നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് കാവൽ മാലാഖമാരെ കണ്ണടച്ചിടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുന്നത് ഈ ഭക്തിയുടെ അനുഭവത്തിൻ്റെ ആഴമാണ്. എവിടെ നിന്നാണ് ഈ ദൃഢധൈര്യം യഹോവ ഭക്തന് ലഭിക്കുന്നത്? വഴി നടത്തുന്ന ഒരു ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോഴാണ്. ദിശാബോധം നൽകുന്ന ഒരു ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് വഴികാട്ടിയായി കൂടെയുള്ളപ്പോൾ, സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തി നമ്മോട് കൂടെയുള്ളപ്പോൾ, നടക്കേണ്ടുന്ന വഴി നമുക്ക് കാട്ടിത്തരുന്ന കാരുണ്യ സാന്നിധ്യമായി കൂടെയുണ്ടപ്പോൾ, അപകടങ്ങളെക്കുറിച്ചുള്ള മുന്നറിവുകൾ നമുക്ക് നൽകുന്ന, അതിലെ പോകരുത് എന്ന് മുന്നമേ തന്നെ നമ്മോട് അറിയിപ്പുകൾ നൽകുന്ന, കാത്തിരിക്കുന്ന കെണിയെക്കുറിച്ച് നമുക്ക് മുന്നറിവുകൾ നൽകുന്ന, പകൽ പറക്കുന്ന അസ്ത്രത്തെയും രാത്രിയിൽ നശിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല എന്ന് ധൈര്യത്തോടെ പറയുവാൻ കഴിയുമാറ് ദൈവം വഴി നടത്തുന്ന വഴി നടത്തൽ, കർത്താവിൻ്റെ കരം പിടിച്ചുള്ള യാത്ര, ദൈവത്തിൻ്റെ കരം പിടിച്ചുള്ള യാത്ര. ആ യാത്രയിൽ ഭയമെന്തിന്? കരുതുവാൻ, കാക്കുവാൻ, പാലിക്കുവാൻ കർത്താവ് കൂടെയുണ്ട് എന്ന ബോധ്യം. സദൃശവാക്യക്കാരൻ അത് തന്നെയാണ് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട് എന്ന്. എവിടെ നിന്നാണ് ഈ ധൈര്യം വരുന്നത്? അത് ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് അവഗാഹമായ ബോധ്യം ഉണ്ടാകുന്നത് കൊണ്ടാണ്. മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തപ്പോൾ, അവർക്ക് ജലം ലഭിക്കാതെ വന്നപ്പോൾ പാറയെ പിളർന്ന് ജലം നൽകിയവൻ ദൈവം. മരുഭൂമിയിൽ ഭക്ഷണം ലഭിക്കാതെ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മരുഭൂമിയിൽ മന്ന നൽകിയവൻ ദൈവം. ജീവിത സഹായം എന്ന് കരുതി ഹിസ്കിയാവ് ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തവൻ ദൈവം. പ്രവാചകൻ ചൂരച്ചെടിയുടെ കീഴിൽ എല്ലാം മതിയായി എന്ന് പറഞ്ഞ് എൻ്റെ ജീവൻ എടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, നിനക്കിവിടെ എന്ത് കാര്യം, ഇനിയും ബഹുദൂരം പോകേണ്ടുണ്ടതല്ലോ എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചവൻ ദൈവം. ഇസ്രായേൽ മക്കളെ വിടുതലിലേക്ക് നയിക്കുവാനുള്ള വലിയ ദൗത്യം മോശയെ ഏൽപ്പിക്കുമ്പോൾ, വിക്കനായ ഞാൻ എങ്ങനെ ആ ദൗത്യം ഏറ്റെടുക്കും എന്ന് സ്വയം ചോദിച്ച മോശയോട്, ഞാൻ നിന്റെ നാവോട് കൂടെയിരിക്കും എന്ന് പറഞ്ഞ ദൈവം. ആ ദൈവം നമ്മുടെ ദൈവം, നമ്മുടെ കൂടെയിരിക്കുന്ന ദൈവം, നമ്മെ കരുതുന്ന ദൈവം, നമ്മെ വഴി നടത്തുന്ന ദൈവം. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ കരുതലിൻ്റെ കീഴിൽ നാം ആയിരിക്കുമ്പോൾ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടിയണയ്ക്കുന്നത് പോലെ ഞാൻ നിന്നെ കൂട്ടിയണച്ച് സൂക്ഷിക്കുമെന്ന് പറയുന്ന ദൈവ വാഗ്ദത്തത്തിൽ ആശ്രയം വെക്കുമ്പോഴാണ് ദൃഢമായ ധൈര്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത്. ഈ ദൃഢധൈര്യം നമുക്ക് നൽകുന്നത് ആർക്കും വർണ്ണിക്കുവാൻ കഴിയാത്ത ആന്തരികമായ ഒരു സമാധാനമാണ്. പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്,
പക്ഷേ ആ പ്രതിസന്ധികളുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ തകർന്നു പോകാതെ നമ്മെ സൂക്ഷിക്കുന്നത് ഈ ദൈവാശ്രയത്തിലൂടെ ലഭിക്കുന്ന, യഹോവ ഭക്തിയിലൂടെ ലഭിക്കുന്ന ദൃഢധൈര്യമാണ്. മാരകമായ രോഗങ്ങളുടെ അനുഭവത്തിലൂടെ കടന്നുപോയവർ, രോഗസൗഖ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പലതും വിഫലമായപ്പോഴും പ്രതീക്ഷ കൈവിടാത്തത് ദൈവാശ്രയം ഉള്ളതുകൊണ്ടാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക പ്രതിസന്ധികളിൽ തളർന്നുപോയവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാത്തത് ദൈവാശ്രയമുള്ളത് കൊണ്ടാണ്. കാരണം ബാഹ്യമായ എല്ലാ പ്രക്ഷുബ്ധതകളുടെയും മധ്യേയും ആന്തരികമായി ദൈവം നൽകുന്ന സമാധാനം നമ്മിൽ നിന്ന് ആർക്കും എടുത്തു കളയുവാൻ കഴിയുകയില്ല എന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ് നാം ഇവിടെ കാണുന്നത്. ഈ ധൈര്യം എങ്ങനെയുണ്ടാകുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഉത്തരം, ജീവിതത്തിൽ നാം നേരിടുന്ന പരീക്ഷകളെ നേരിടുവാനും അതിനെ അതിജീവിക്കുവാനുമുള്ള ശക്തി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ പ്രതിസന്ധികളുടെ മധ്യയായിരുന്ന അനവധി സഭകളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുന്നതിനെക്കുറിച്ച്, ക്രിസ്തുവിനു വേണ്ടി ക്രൂശ് വഹിക്കുന്നതിനെക്കുറിച്ച് ആഹ്വാനം ചെയ്യുമ്പോഴും ആ പരീക്ഷകൾ അതൊരു പക്ഷേ രോഗങ്ങളാകാം, പട്ടിണിയാകാം, പ്രതിസന്ധിയാകാം, കൊടുങ്കാറ്റുകളാകാം, ക്ഷുദ്രജീവികളാകാം, എന്തു തന്നെയായാലും അപ്പോസ്തലൻ പറയുന്നത്, കർത്താവിൻ്റെ ആ സാന്ത്വന ശബ്ദമുണ്ടല്ലോ, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ആ സാന്ത്വന ശബ്ദം, ആ ശബ്ദമാണ് യഥാർത്ഥത്തിൽ ആശ്വാസദായകം. പരീക്ഷകൾ ജീവിതത്തിലുണ്ടാകും, എന്നാൽ യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. കാരണം ആ പരീക്ഷകളെ നേരിടുവാനുള്ള ശക്തിയും പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള ശക്തിയും നൽകുവാൻ പ്രാപ്തനായി ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ബന്ധങ്ങളിലെ വിള്ളലുകളാണ് ജീവിതത്തെ ഉലച്ചു കളയുന്നത്, തകർത്ത് കളയുന്നത്. ആ ബന്ധങ്ങളിലെ വിള്ളലുകൾ ഇന്ന് സഹോദരങ്ങൾ തമ്മിലും കുടുംബങ്ങൾക്കുള്ളിലും രാജ്യങ്ങൾ തമ്മിലും അനവധി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിള്ളലുകൾ അനവധിയുള്ള യാഥാർത്ഥ്യങ്ങളിൽ തളർന്നു പോകാതെ ക്ഷമിക്കുവാനും ക്ഷമ സ്വീകരിക്കുവാനും നമ്മെ സഹായിക്കുന്ന കരുതലും ആർദ്രതയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് ദൈവഭയമാണ്. നിരന്തരം ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നത്, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയുടെ പൊരുൾ തന്നെ ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ളതാണ്. ആ ക്ഷമ ദൈവം നമുക്ക് നൽകുന്ന ശക്തിയായി മാറുമ്പോൾ, നമ്മോട് ക്ഷമിക്കുന്നവരും ഒത്തുചേരുമ്പോൾ തകർന്ന ബന്ധങ്ങൾ ഭയത്തിന് വഴിമാറുന്നതിന് പകരം ബന്ധങ്ങൾ അനുരഞ്ജനത്തിലേക്ക് വഴിവെക്കുകയും അനുരഞ്ജനം പുനർസന്തോഷത്തിന് വഴിവെക്കുകയും ചെയ്യുന്ന അനുഭവം. അവിടെ തന്നെയാണ് ദൈവഭക്തി നമുക്ക് നൽകുന്ന അടിസ്ഥാനപരമായൊരു വിശ്വാസം, പുത്തൻ ആരംഭങ്ങളെക്കുറിച്ചുള്ള ഉറപ്പാണ്. പുതുതായി ജനിക്കുക എന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നൊരു സങ്കല്പം പുതിയ ആരംഭങ്ങൾ സാധ്യമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൻ്റെ അനുഭവത്തിൽ പലയാവർത്തി പോയി. നദീതീരങ്ങളിലിരുന്ന് പൊട്ടിക്കരയേണ്ടുന്ന, ദൈവത്തിന് പാട്ടുപാടുവാൻ കഴിയാത്ത അവസ്ഥകളിൽ ചെന്നെത്തി വന്നു. കുഴിയിൽ വീണുപോയ, കിടങ്ങുകളിൽ വീണുപോയ അവസ്ഥകളുടെ മധ്യേ അവർ തളർന്നു പോകാത്തത് പ്രവാചക ശബ്ദം പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ശബ്ദമായി അവരുടെ ഉള്ളങ്ങളിൽ മുഴങ്ങിക്കേട്ടത് പുത്തനാരംഭങ്ങൾ സാധ്യമാണ് എന്നുള്ളതാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക,
നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് വീണുകിടക്കുന്നവന്റെ അരികിലേക്ക് പാഞ്ഞെത്തിയ ദൈവ സന്ദേശത്തിന്റെ പൊരുളാണ്. പുത്തനാരംഭങ്ങളെക്കുറിച്ചുള്ള ഉറപ്പാണ്, പുത്തനാരംഭങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്, പുത്തനാരംഭങ്ങളെക്കുറിച്ചുള്ള ആ വലിയ മോഹമാണ് യഹോവ ഭക്തിയുടെ പൊരുൾ. തകർന്നു പോകുന്ന, തളർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, നാം പ്രവാസത്തിൽ ആയിരിക്കുന്ന, അഭയാർത്ഥികളായി ജീവിക്കുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉടഞ്ഞുപോയ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. തളർന്നുപോയ, തകർന്നുപോയ ജീവിത സാഹചര്യങ്ങളും ജീവിത പശ്ചാത്തലങ്ങളുമുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യയൊക്കെയും അവർ ദൈവത്തിൽ ആശ്രയം വെച്ച് ആരാധനയ്ക്ക് വരുന്നത്, ദൈവത്തിൽ ആശ്രയം വെച്ച് ഉപവാസ പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിൽ ആശ്രയം വെച്ച് അവർ തളർന്നു പോകാതെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അന്യദേശങ്ങളിൽ മുമ്പോട്ട് ജീവിക്കുന്നതിന് കാരണം പുത്തനാരംഭങ്ങൾ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്താലാണ്, അടിയുറച്ച ഭയത്താലാണ്. ആ യഹോവ ഭക്തി മനുഷ്യന് ദൃഢധൈര്യം നൽകുന്നു എന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തെയും മാറ്റിമറിക്കുവാൻ ശക്തിയുള്ള, രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ള, നവീകരിക്കുവാൻ ശക്തിയുള്ള ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പൊരുൾ എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ യഹോവ റാഫ സൗഖ്യദായകനാണ്. ആ സൗഖ്യദായകനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഭയഭക്തി ബഹുമാനാദരവുകളോട് നാം ആയിരിക്കുമ്പോൾ രോഗങ്ങളിൽ നിന്ന് വിടുതൽ നൽകുന്നൊരു ദൈവം, രോഗം മാറും, പ്രാർത്ഥനയെങ്കിലെന്ന് ഉറക്കെ പാടുവാൻ, ആരാധനയെങ്കിലെന്ന് ഉറക്കെ പാടുവാൻ, ചങ്ങലകൾ അഴിയുന്ന, ബന്ധനങ്ങൾ അഴിയുന്ന ആരാധനയുടെ അനുഭവങ്ങളിൽ ആശ്രയം വെച്ച് ഇറങ്ങിച്ചെല്ലുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവിക ഇടപെടലിൻ്റെ ആഴങ്ങളാണ് ഏത് രോഗാവസ്ഥയെയും നേരിടുവാൻ, പ്രതിസന്ധിയെയും നേരിടുവാൻ, അന്ധകാരത്തെയും നേരിടുവാൻ നമുക്ക് ശക്തിയായി വന്ന് വ്യാപരിക്കുന്നത്. പുനഃസ്ഥാപനങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ആ ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. വേദശാസ്ത്രത്തിൻ്റെ പൊരുളുകളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോഴും നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും ഞാൻ അവയെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന ദൈവം, നീതീകരണവും രക്ഷയും സാധ്യമാക്കുന്ന ദൈവം, ഇന്നലകളെക്കുറിച്ചുള്ള ഭയത്തിൽ, ഇന്നലകളെക്കുറിച്ചുള്ള ഭാരത്തിൽ ജീവിക്കുന്നതിന് പകരം ആ ഭാരങ്ങളൊക്കെയും ദൈവതിരുസന്നിധിയിൽ ഭരമേൽപ്പിച്ച് പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും, പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്നൊരു ദൈവത്തിൽ ആശ്രയം വയ്ക്കുമ്പോഴോ യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. ഇന്നലകൾ എന്നെ പ്രയാസപ്പെടുത്തുന്നില്ല എന്ന ദൃഢധൈര്യം. യഹോവയിൽ ആശ്രയം വയ്ക്കുന്നവന് നിറഞ്ഞു കവിയുന്ന ദൈവകൃപയാണ് വാഗ്ദത്തം. ആ ദൈവകൃപ, നിന്റെ കൃപ എനിക്ക് മതിയെന്ന് തിരിച്ചു ദൈവത്തോട് പറയുവാൻ നിരന്തരം നമ്മെ സഹായിക്കുന്ന യാഥാർത്ഥ്യമാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വഴി നടത്തുവാൻ ശക്തിയുള്ളൊരു ദൈവം, മരണകരമായ ജീവിതാവസ്ഥകളിൽ നിന്ന് ജീവന്റെ പൂർണ്ണതയിലേക്ക് കരം പിടിച്ചു നയിക്കുവാൻ ശക്തിയുള്ളൊരു ദൈവം, ആ ദൈവം നമ്മുടെ ദൈവത്തെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമാക്കി, കൂടെയുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ സഹായിക്കുന്ന അനുഭവമായി മാറുമ്പോൾ, സ്നേഹിതരെ, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട് എന്ന് ഉറക്കെ പറയുവാൻ നമുക്ക് കഴിയും. ഏതു തരത്തിലുള്ള ഭയത്തെയും അതിജീവിച്ചുകൊണ്ട് ഫലസമൃദ്ധമായി ജീവിപ്പാൻ അത് നമ്മെ സഹായിക്കുന്നു. ആ സഹായം അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതത്തിലേക്കും അത് വഴിതെളിക്കുന്നു. ഭക്തിയോടുകൂടി ജീവിക്കുന്ന കുടുംബങ്ങൾ ഏത് പ്രതിസന്ധിയെയും ദൃഢധൈര്യത്തോടെ നേരിടുവാൻ കഴിയുന്ന കുടുംബങ്ങളായി മാറുന്നു. ആ അനുഭവം പ്രത്യാശയുടെ വലിയ അനുഭവമായി മാറുന്നു. പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ട് നിരാശയുടെ ആഴക്കയങ്ങളിൽ ജീവിക്കുന്ന അനവധി പേരുള്ള ഈ ലോകത്ത് യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ ധൈര്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രതിഫലനങ്ങളിലൊന്ന്
പ്രത്യാശയാണ്. ഏത് പ്രതിസന്ധിയും മാറിപ്പോകുമെന്ന പ്രത്യാശ, ഏതിരുളും മാറിപ്പോകുമെന്നുള്ള പ്രത്യാശ, അന്ധകാരത്തിന് പകരം അത്ഭുത പ്രകാശം നിറയുമെന്ന പ്രത്യാശ, ദൃഢധൈര്യം നമുക്ക് നൽകുന്ന അനുഭവമാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒരുപാട് കേൾക്കുന്നൊരു ലോകത്ത്, പലായന സമൂഹങ്ങൾ വേദനയോടെ ഇരിക്കുന്നൊരു ലോകത്ത്, തകർന്ന ബന്ധങ്ങൾ യാഥാർത്ഥ്യമായൊരു ലോകത്ത്, മാനസിക സമ്മർദ്ദങ്ങളിൽ ജനം വലയുന്നൊരു ലോകത്ത്, സാമ്പത്തികമായ പ്രതിസന്ധികൾ അനേകം ജീവിതങ്ങളെ ബാധിക്കുന്നൊരു ലോകത്ത്, അപ്രതീക്ഷിത അനുഭവങ്ങൾ ഒരുപാട് ജീവിതത്തെ കണ്ണീർ കൈകളിലാക്കുന്നൊരു ലോകത്ത് യഹോവഭക്തന് പ്രതിസന്ധികളില്ല എന്നല്ല, പ്രതിസന്ധികളുടെ മധ്യേയും ആ പ്രതിസന്ധികളെ നേരിടുവാനുള്ള ദൃഢധൈര്യമുണ്ട് എന്ന് സദൃശവാക്യക്കാരൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സദൃശവാക്യത്തിന് രണ്ടാമത് ഒരു ഭാഗം കൂടിയുണ്ട്. യഹോവഭക്തനോ അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. മക്കൾക്കും ശരണമുണ്ടാകും. തലമുറകൾ താണ്ടി വരുന്ന ദൈവകൃപയുടെ ആഴങ്ങൾ, തലമുറകളിലേക്ക് നിറഞ്ഞൊഴുകുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴവും പരപ്പും സദൃശവാക്യക്കാരൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നിന്നൊക്കെയാണ് നമുക്കിന്ന് പുതുതലമുറകൾക്ക് ശരണം ആവശ്യമായി വരിക? നാം നേരത്തെ കേട്ടതുപോലെ പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ ഇന്ന് നൂതന ഭാവമെടുക്കുകയാണ്. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, രാത്രിയിൽ സഞ്ചരിക്കുന്ന മഹാമാരി, അതൊക്കെയും ഇന്ന് പുതിയ രൂപങ്ങളും ഭാവങ്ങളും എടുക്കുമ്പോൾ അരക്ഷിതാവസ്ഥയുടെ നടുക്കടലിലായി പോകുന്ന തലമുറകൾ, യഹോവഭക്തന്റെ തലമുറകൾക്കോ ദൈവം ശരണമായുണ്ട്, ദൈവം ആശ്രയമായുണ്ട്, ഓടിയെത്തുവാൻ ചേർത്തണയ്ക്കുവാൻ ഒരിടമുണ്ട് എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. നവമാധ്യമ ഭീഷണികൾ പുതുതലമുറകളെ ഇന്ന് അന്ധകാരത്തിൻ്റെ നിബിഡ ലോകങ്ങളിലേക്ക് മാടി വിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ട്. ദൈവാശ്രയം കുടുംബത്തിൻ്റെ ഭാവമായി മാറുമ്പോൾ അരുതാത്ത മേഖലകളിലേക്ക് മാടി വിളിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ അവർ യോസേഫിനെ ഓർക്കുന്നു. തിന്മയുടെ സ്വാധീനങ്ങൾ തിന്മ ചെയ്യുവാൻ മാടി വിളിക്കുമ്പോൾ എൻ്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും എന്ന് ഉള്ളിൻ്റെ ആഴങ്ങളിൽ നിന്ന് യോസേഫ് ചോദിച്ചതുപോലെ തിന്മയുടെ ലോകത്തേക്ക് ഞാൻ എങ്ങനെ വരും? ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്ന പൈതലാണ്, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവാശ്രയം വയ്ക്കുന്ന അപ്പൻ്റെയും അമ്മയുടെയും പൈതലാണ് എന്ന് ഉറപ്പോടുകൂടി ബോധ്യത്തോടുകൂടി കെണികളിൽ വീഴാതെ ജീവിക്കുവാൻ കഴിയുന്ന മക്കളുടെ ഒരു ചരിത്രമാണ് നാം അവിടെ കാണുന്നത്. അനുചിതമായ ഒരുപാട് ഉള്ളടക്കങ്ങൾ, വ്യത്യസ്ത ഭാവങ്ങളിൽ അവരെ തേടിയെത്തുന്ന ആധുനിക ശാസ്ത്ര സാങ്കേതികളുടെ മധ്യേ ആ വലകളിൽ വീണുപോകാതെ ശരണമായി മാറുന്ന ദൈവകൃപയുടെ ആഴങ്ങൾ. സമകാലീന സമ്മർദ്ദങ്ങളിൽ വളരെ ശ്രദ്ധേയമാണ് സമകാലീനരുടെ സമ്മർദ്ദങ്ങൾ, പിയർ പ്രഷർ. കൂട്ടുകാർ തിന്മയിലേക്ക് മാടി വിളിക്കുമ്പോൾ ആ തിന്മയുടെ ഭാഗമാകുവാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ യഹോവഭക്തന്റെ മക്കൾക്ക് കഴിയുന്നു എന്നുള്ളത് എത്ര അനുഗ്രഹകരമായ അനുഭവമാണ് എന്ന് നാം ഓർക്കണം. ഊടാടി സഞ്ചരിക്കുന്ന വേട്ടക്കാർ ഒരുപാടുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. ഊടാടി സഞ്ചരിക്കുന്ന ഗേഹസിമാർ തിന്മ ചെയ്യുവാൻ മാടി വിളിക്കുന്ന അഴിമതിയുടെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ നേരിനൊപ്പം ജീവിക്കുവാൻ സ്വയം തീരുമാനമെടുക്കുന്ന, ആ നേരാണ് ജീവിതക്രമം എന്ന് തീരുമാനിക്കുന്നവർ യഹോവയിൽ ആശ്രയം വയ്ക്കുന്ന കുടുംബങ്ങളുടെ മക്കളാണ്, ശരണം പ്രാപിക്കുന്നവരാണ്. ലഹരിയുടെ പെരുമഴക്കാലം നാം പല ആവർത്തി ചിന്തിച്ചതുപോലെ നമ്മുടെ ചുറ്റും പെയ്ത് ഒഴുകുമ്പോൾ അതിൽ നിന്ന് സുരക്ഷിതമായി നിൽക്കുവാനായി ശക്തി നൽകുന്ന ദൈവഭയത്തിൻ്റെ ദൈവകൃപയുടെ ആഴങ്ങൾ, അക്രമഭാവവും അക്രമ സ്വഭാവവും വ്യത്യസ്തങ്ങളായ രൂപങ്ങളായി ഭാവങ്ങളായി നമ്മുടെ ചുറ്റും നിഴലിനിട്ട് നിൽക്കുമ്പോൾ ആ അക്രമത്തിൻ്റെ ഭാഗമാകാതെ സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, കരുണയുടെ, സാന്ദ്രതയുടെ സ്പർശമായി ജീവിതത്തിലേക്ക് ഇടപെടുവാൻ മനുഷ്യത്വം മരവിച്ചുവോ മനുഷ്യത്വം മരിച്ചുവോ എന്ന് ചോദിക്കുമാറ് ചില ചെറുപ്പക്കാർ, ചില മക്കൾ ഇടപെടുന്നത് നാം കാണുമ്പോഴും മനുഷ്യത്വത്തിൻ്റെയും ആർദ്രതയുടെയും മകുടമായ ഉദാഹരണങ്ങളായി നമ്മുടെ ചുറ്റും നമ്മുടെ മക്കൾ തീരുന്നുവെങ്കിൽ
ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നത് കൊണ്ട്, ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നത് കൊണ്ടാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് കഴിയും. വിഷലിപ്തമായ ഒരുപാട് സ്വാധീനങ്ങൾ, സ്വാർത്ഥ താൽപര്യമുള്ള മാധ്യമ സംസ്കാരങ്ങൾ, മനുഷ്യക്കടത്തിൻ്റെയും അവയവക്കടത്തിൻ്റെയും ഒരു ലോകം, ആധുനിക അടിമത്തങ്ങൾ, പുതിയ ഭാവങ്ങളെടുക്കുന്നൊരു ലോകം, ലൈംഗികതയും ആസക്തികളും പ്രായഭേദ്യമെന്നെ എല്ലാവരെയും തിന്മയിലേക്ക് മാടി വിളിക്കുന്നൊരു ലോകം, അമിത ജ്യോതിഭാരം കൊണ്ട് തളർന്നു പോകുന്ന തലമുറകൾ ആത്മഹത്യ ചെയ്യുന്നൊരു ലോകം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, വൈകാരിക ബുദ്ധിമുട്ടുകൾ എന്നിവ കൊണ്ട് മുമ്പോട്ട് ജീവിക്കുവാൻ പ്രയാസപ്പെടുന്നൊരു ലോകം, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകളും തകർച്ചയുമുണ്ടായി തളർന്നു പോകുന്നൊരു ലോകം, ധാർമ്മികവും നൈതികവുമായ ഒരുപാട് അപജയങ്ങളുടെ മധ്യേ ജീവിക്കുന്നൊരു ലോകം, ഉടഞ്ഞു വീഴുന്ന വിഗ്രഹങ്ങളെ കണ്ട് തളർന്നു പോകുന്നൊരു ലോകം, അവരുടെ ശ്രദ്ധാകേന്ദ്രങ്ങളായിരുന്ന, ആശ്രയ കേന്ദ്രങ്ങളായിരുന്ന ദൈവാലയങ്ങളിൽ പോലും അന്ധകാരത്തിൻ്റെ ഇരുൾ മൂടുന്നൊരു ലോകം. അവിടെയാണ് ദൈവം ഒരുക്കുന്നതായിട്ടുള്ള ഈ അഭയ സ്ഥലം, ദൈവം ഒരുക്കുന്നതായിട്ടുള്ള ഈ ശരണ വാഗ്ദാനം വളരെ അർത്ഥവത്താകുന്നത്. അത് യഹോവ ഭക്തന് ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നിങ്ങളുടെ മക്കൾ ഞാൻ ഒരുക്കുന്ന ശരണയിടത്ത് സുരക്ഷിതരായിരിക്കുമെന്നുള്ള വാഗ്ദത്തം. അതുകൊണ്ട് സദൃശവാക്യക്കാരൻ പറയുന്ന വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു സദൃശവാക്യമാണ് സദൃശവാക്യം 14 അധ്യായത്തിൻ്റെ 26 വാക്യം. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. ഈ മനോഹരമായ സദൃശവാക്യത്തിൻ്റെ ഇനിയും ആഴമേറിയ അർത്ഥതലങ്ങളിലേക്ക് ഒളിയിട്ടിറങ്ങുവാൻ പരിശുദ്ധാത്മാവ് തൻ്റെ ജ്ഞാനത്താൽ എന്നെയും നിങ്ങളെയും നിറയ്ക്കുമാറാകട്ടെ. ദൈവഭക്തിയിൽ നമുക്ക് ജീവിക്കാം, ദൃഢധൈര്യത്തോടെ നമുക്ക് ജീവിക്കാം. നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി ദൈവം അവർക്ക് ആശ്രയവും കോട്ടയുമായിരിക്കുന്ന ദൈവമായിരിക്കണമെന്ന പ്രാർത്ഥനയോടെ നമുക്ക് ജീവിക്കാം. അതിന് സ്വർഗീയ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.